ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മൺഡേ ഗൈഡൻസ് ആണ്, അതായത് April 21 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മൺഡേ എനർജി എന്താണ്? താങ്ക് യു. മൺഡേ ഗൈഡൻസ് 10 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് എനർജി കൊടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നില്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ്, അത് നിറവേറ്റാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അവിടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ആയിരിക്കാം. 4 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളോട് ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന എനർജീസ് എന്തൊക്കെയാണ്, സ്റ്റെബിലിറ്റി നൽകുന്ന എനർജീസ് എന്തൊക്കെയാണ്, അത് നിങ്ങളോട് തന്നെ ചോദിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മനസ്സിലുള്ള കാര്യങ്ങളാണ്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതും കുറച്ചൊന്ന് നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹെൽത്തി വേയിൽ വന്നിട്ട്. ഇവിടെ ക്യൂൻ ഓഫ് വോൺസിൽ ഇന്നത്തെ ദിവസം എഗെയിൻ ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ കൊളാബറേഷൻ്റെ എനർജി, എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിക്ക് നിങ്ങൾ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ്, പ്രത്യേകിച്ചും കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൗഡ് വൺസ് ആയിട്ട് അല്ലെങ്കിൽ അറിയുന്നവരോട് നിങ്ങൾ അഡ്വൈസ്, ഗൈഡൻസ് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, അഡ്വൈസിന് വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഗൈഡൻസ് എന്താണോ അത് പോസിറ്റീവ് വേയിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ 4 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി, ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേർക്ക് സ്റ്റെബിലിറ്റിയാണ്, ബാലൻസ് ആണ് കാണുന്നത് ഫാമിലി റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസിൽ കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജിയും കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം. കുറച്ച് പേർക്ക് ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് പേഷ്യൻസ് ആണ്, സമാധാനത്തോടു കൂടി എന്തെങ്കിലും എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒത്തിരി പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. അവിടെ കുറേ കൂടെ നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് തൻ്റെ ഉള്ളിലെ കഴിവുകൾ, തൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഓഫർ ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഒത്തിരി ഹീലിംഗ് എനർജി, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മണി, ഫിനാൻസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ എനർജി നോക്കുക. പയൽ നമ്പർ 1ൻ്റെ ഡു വാട്ട് മേക്സ് യുവർ സോൾ ഹാപ്പി. നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന, സന്തോഷം നൽകുന്ന എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് നിർത്താതിരിക്കുക. ഓക്കെ, അതും സഹായിക്കുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാ ബ്ലെസ്സിങ്സും എൻജോയ് ചെയ്യുക.
വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇത്രയാണ് പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മൺഡേ എനർജി എന്താണ്? താങ്ക് യു. ഇന്നത്തെ ദിവസം ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ലവ് റൊമാൻസ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം. അവിടെ കുറച്ചൊരു ബാലൻസ് സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് ആലോചിച്ച് വിഷമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചൊരു സ്റ്റെബിലിറ്റി ആവശ്യമാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരും. എനിക്ക് ഏറ്റവും നല്ലത് ഏതാണോ, നല്ല റൂട്ട് ഏതാണോ, അതെൻ്റെ മുന്നിൽ കറക്റ്റായിട്ട് ഓപ്പൺ ആകുന്നതാണ്. അതിലോട്ട് ഞാൻ പോസിറ്റീവ് എനർജിയിൽ ഞാൻ സഞ്ചരിക്കുന്നതാണ്. ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം ഇതെൻ്റെ കറക്റ്റ് പാത്തല്ല, ഞാൻ ഈ ഒരു ചോയ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ എനർജിയിലിരിക്കുമ്പോൾ കുറേ കൂടെ ഈസി ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ്, അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രത്യക്ഷത്തിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി സയൻസ്, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. റെഡ് ഫ്ലാഗ്സിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം, ഒത്തിരി എനർജീസ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലപ്പോൾ എക്സ്റ്റേണൽ ഹെൽപ്പ് കുറച്ച് പേർക്ക് ലഭിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിയർ ലീഡർ ആകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും ബോഡി പെയിൻ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അഗെയിൻ റിലേഷൻഷിപ്പിലാണ്, അവിടെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ. ഇവിടെ 6 ഓഫ് വാൻഡ്സിൽ ഒത്തിരി സക്സസിൻ്റെ എനർജി കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് വീണ്ടെടുക്കാനായിട്ട്, സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടും ഇവിടെ നിങ്ങൾക്ക് എനർജി ഉണ്ടാകുന്നതാണ്. ഒത്തിരി സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. എഗെയിൻ റിലേഷൻഷിപ്പിലായിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ കൗൺസിലിങ്ങിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് കപ്സിലും ന്യൂ എനർജി, ഗുഡ് ന്യൂസിൻ്റെ എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. എന്തെങ്കിലും ന്യൂ കമ്മ്യൂണിക്കേഷൻ, കുറച്ച് പേർക്ക് സോറിയുടെ രൂപത്തിലായിരിക്കാം, കുറച്ച് പേർക്ക് സ്നേഹത്തിൻ്റെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങളുടെ എനർജിയെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി കുറവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഫൈനൽ ഗൈഡൻസ് നോക്കാം. പാൽ നമ്പർ 2യുടെ. ഓക്കെ, ഇവിടെ 3 കാർഡ്സ് വരുന്നുണ്ട്. ഇഫ് യു നെവർ ട്രൈ യു വിൽ നെവർ നോ. ഓക്കെ, നമ്മളൊരു കാര്യം ട്രൈ ചെയ്യാതെ അതിൻ്റെ റിസൾട്ട് എന്താകും, ഫ്യൂച്ചർ എന്താകും, അതിനെക്കുറിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു എനർജിയിലോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ എനർജി നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെവർ സേ നെവർ അഗെയിൻ. നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഡ്രീം ബിഗ്. നിങ്ങളെ ലിമിറ്റഡ് ആയിട്ട് നിർത്താതിരിക്കുക. നിങ്ങളുടെ ഡ്രീംസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, ആഗ്രഹങ്ങളായിക്കോട്ടെ, അവിടെ ഒരു ലിമിറ്റേഷൻ വയ്ക്കാതിരിക്കുക. കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ടും ശ്രമിക്കുക.
മറ്റുള്ളവർ പറയുന്നുണ്ടാകാം ഇത് നടക്കത്തില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല, അങ്ങനത്തെ ഒത്തിരി കമൻസ് നിങ്ങൾക്ക് ചുറ്റും വരുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുക, ഈശ്വരനിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് എന്താണോ ആക്ഷൻസ് എടുക്കേണ്ടത്, എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത്, ആ കർമ്മ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ എഗെയിൻ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.